ഞങ്ങളെല്ലാം ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവർ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഈ എൻജിനീയറിംഗ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് എന്തിനീ അഡ്മിനിസ്ട്രേഷന് വരുന്നു? ഇതുകൊണ്ട് എന്ത് പ്രയോജനം? വിലപ്പെട്ട എൻജിനീയറിംഗ് പരിശീലനം മുഴുവൻ വ്യർത്ഥമായി തീരുകയല്ലേ? ഇപ്പോൾ ഇന്ന് ഡോക്ടർമാർ ചെല്ലുന്നവരോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്, പഴയ കാലത്ത് അഡ്മിനിസ്ട്രേഷൻ, ഭരണമെന്ന് പറയുന്നത് വെറും ലോ ആൻഡ് ഓർഡർ മാത്രമായിരുന്നു. നിയമം പരിപാലിക്കുക, അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് വികസന പദ്ധതികളുടെ യുഗത്തിൽ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളീ പറയുന്നത് 1966 ഓർക്കണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വെറും 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അന്നാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ പുതിയ സാങ്കേതിക വിജ്ഞാനം അറിയാവുന്നവരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സിവിൽ സർവീസിൻ്റെ തലപ്പത്ത് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ സ്ഥിതി മനസ്സിലാക്കി സിലബസ് പരിഷ്കരിച്ചത് നല്ല കാര്യം. ഞങ്ങളന്ന് പറയുമായിരുന്നു, വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ ഞങ്ങളുടെ എൻജിനീയറിംഗ് വിദ്യാഭ്യാസമൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. തീർച്ചയായിട്ടും പല പദ്ധതികളും മറ്റും നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ സാങ്കേതിക അറിവ് വളരെ പ്രയോജനകരമായിരിക്കും ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ന രീതിയിൽ ഞങ്ങൾ പറയുകയും, അങ്ങനെ ഏതായാലും അങ്ങനെ അനുഭവത്തിലും കുറേയൊക്കെ വന്നിട്ടുണ്ട്.